ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുന്നത് എന്നാണ്. നമ്മൾ ഗ്രോ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇന്നൊരു സ്റ്റോക്ക് ബൈ ചെയ്യാനായിട്ട് പോകുന്നത്. ബിഗിനേഴ്സിന് ഇത് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. എങ്ങനെയാണ് ഫണ്ട് ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് വാങ്ങുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്കപ്പം മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. ഞാനപ്പോൾ ഗ്രോ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇന്നൊരു സ്റ്റോക്ക് ബൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഞാൻ കുറച്ച് ഫണ്ട് ആഡ് ചെയ്യുകയാണ്. ഫണ്ട് ആഡ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും ഇതിൽ നിന്ന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അത് ഡയറക്റ്റ്ലി നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാം. ആദ്യമേ സ്റ്റോക്ക് വാങ്ങാനായിട്ട് ഫണ്ട് ആഡ് ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ ആ ഒരു പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ബട്ടണാണ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫണ്ട് ആഡ് ചെയ്യുന്ന മെനുവിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആഡ് മണി എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ എത്ര ഫണ്ട് വേണമെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരു 500 രൂപയാണ് ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ആഡ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ UPI ID ഇവിടെ ചോദിക്കും. നമ്മൾ UPI ID ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ ഒരു മൊമെൻറ്റിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു എമൗണ്ട് ആഡ് ആയതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. 522 രൂപയാണ് ഇപ്പോൾ ഇവിടെ ബാലൻസ് കാണിക്കുന്നത്. നമുക്കിപ്പോൾ ഡയറക്റ്റ്ലി ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു IRFC എന്ന് പറയുന്ന സ്റ്റോക്ക് നമുക്കൊന്ന് ബൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ സ്റ്റോക്ക് സെർച്ച് ചെയ്തു. സ്റ്റോക്ക് സെർച്ച് ചെയ്യുന്നത് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് നോക്കുക. ഈ ഒരു സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ IRFC എന്നുള്ള ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഞാനിവിടെ സെർച്ച് ചെയ്തത്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ആ ഒരു വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് പറ്റും. എന്നിട്ട് അടുത്ത പ്രൊസീജിയർ വരുന്നത് ഇതിൻ്റെ അകത്തുള്ള ബൈ ബട്ടൺ പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നേരെ നമുക്ക് ആ ബൈയിങ് ഓപ്ഷനിലേക്കാണ് എത്തുന്നത്. ഇവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ വാങ്ങുന്നത് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് എത്ര സ്റ്റോക്കാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത് അത് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ബൈ ചെയ്യാൻ പോകുന്നത് ഡെലിവറി എടുക്കാനുള്ള ഓർഡറാണ്. അതായത് നമുക്ക് വാങ്ങി നമ്മുടെ ഹോൾഡിങ്ങിലേക്ക് മാറ്റാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന എത്ര സ്റ്റോക്കുകളാണോ, അതായത് കുറച്ച് ലോങ് ടൈമിലേക്കോ അല്ലെങ്കിൽ ഒരു സ്വിംഗ് എൻട്രിക്കോ നമ്മൾ വാങ്ങി വെക്കുന്ന സ്റ്റോക്കുകളിൽ പറയുന്ന രീതിയാണ് നമ്മൾ വാങ്ങി ഹോൾഡിങ്ങിൽ വെക്കുക എന്നുള്ളത്. ഇൻട്രാഡേക്ക് വേറെ മെത്തേഡിലാണ് ബൈ ചെയ്യുന്നത്. നമുക്കിപ്പം സ്വിങ്ങിൻ്റെ രീതിയോ അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് ബൈ ചെയ്യുന്ന രീതിയോ ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 സ്റ്റോക്കിന് ബൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ പ്രൈസ് മാർക്കറ്റ് എന്ന് പറഞ്ഞ് അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു മാർക്കറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അത് പ്രൈസ് ലിമിറ്റ് ആക്കാനുള്ളൊരു ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ 133 രൂപ നിൽക്കുന്ന ഒരു സ്റ്റോക്ക് നമുക്ക് 130 രൂപയ്ക്ക് മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 130 രൂപ കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, 130 എന്നുള്ളൊരു പ്രൈസിലേക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് വരുമ്പോൾ അത് എക്സിക്യൂട്ട് ആവും. ഇപ്പോൾ 133 രൂപ നിൽക്കുന്ന ഒരു സ്റ്റോക്ക് 130ലേക്ക് എത്തുമ്പോഴായിരിക്കും അതിൻ്റെ ബൈ ഓർഡർ എക്സിക്യൂട്ട് ആവുക. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് നമുക്കിവിടെ താഴെ നോക്കിയാൽ കാണാം നമുക്ക് ഈ ഒരു 2 സ്റ്റോക്ക് വാങ്ങാനായിട്ട് എത്ര രൂപയാണ് ഇവിടെ ചിലവാകുന്നത് എന്നുള്ളത്. അതായത് 261 രൂപയാണ് നമുക്കിവിടെ ചിലവ് വരുന്നത്. ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബൈ ഓർഡർ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഓർഡർ അവിടെ പ്ലേസ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ ഡൺ കൊടുത്താൽ നമുക്കിവിടെ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്ലേസ് ചെയ്ത ഓർഡേഴ്സ് ഇവിടെ കാണാനായിട്ട് പറ്റും. IRFCയുടെ 130 രൂപയ്ക്കുള്ള 2 ഓർഡർ ഇവിടെ ഓപ്പണായി കിടക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇതാണ് ബേസിക്കലി നമുക്ക് ചെയ്യേണ്ട പ്രൊസീജിയർ വരുന്നത് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാനായിട്ട്. നമ്മളൊരു ലിമിറ്റ് ഓർഡർ ഇപ്പോൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് മാർക്കറ്റ് ഓർഡർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എന്താണോ മാർക്കറ്റ് പ്രൈസ് ആ പ്രൈസിൽ തന്നെ നമ്മൾ ബൈ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതിനെങ്ങനെയാണ് സ്റ്റോക്ക് എടുക്കുന്നതെന്നുള്ളത്. നമുക്ക് സെയിം സ്റ്റോക്ക് തന്നെ എടുക്കാം. നമ്മൾ ഇതേപോലെ നമുക്ക് ഒരു എക്സ്പ്ലോർ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാം. നമുക്ക് വേണ്ട ഏത് സ്റ്റോക്കാണോ അതിവിടെ സെർച്ച് ചെയ്യുക. ഈ സെർച്ചിൽ വന്നിട്ട് സെർച്ച് ചെയ്താൽ നമുക്ക് ആ സ്റ്റോക്ക് കിട്ടും. എന്നിട്ട് ആ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എത്ര സ്റ്റോക്കാണോ നമ്മൾ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം 2 സ്റ്റോക്ക് തന്നെയാണ് കൊടുത്തിരുന്നത്. എന്നിട്ട് നമ്മളിവിടെ നേരത്തെ ചെയ്ത പ്രൊസീജിയറിൽ നിന്ന് ഇവിടെ ഒരു മാറ്റമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തത് നമ്മളൊരു ലിമിറ്റ് ഓർഡർ ഇട്ട് എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് വാങ്ങുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ നേരത്തെ നോക്കിയത്. നമ്മളിത് മാറ്റിയിട്ട് ഈ ഒരു ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കത് മാറ്റാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ കിട്ടും. കാരണം ഈ ലിമിറ്റിൽ ക്ലിക്ക് ചെയ്താൽ ഇതൊരു മാർക്കറ്റ് ഓർഡറിലേക്ക് മാറും. അതായത് ഇപ്പോഴെത്രയാണോ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ ആ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈസിൽ നമ്മൾ ആ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഏത് പ്രൈസിലാണോ നിൽക്കുന്നത് ആ പ്രൈസിലായിരിക്കും ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത്. നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം 133 രൂപ 50 പൈസയിലാണ്
ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ബൈ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആ പ്രസ് ചെയ്യുന്ന ആ ഒരു സെക്കൻഡിൽ എത്രയാണോ മാർക്കറ്റിൻ്റെ പ്രൈസ് നിൽക്കുന്നത് ആ പ്രൈസിലായിരിക്കും നമ്മുടെ ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത്. നമുക്കത് നോക്കാം എങ്ങനെയാണ്. ഓക്കെ, നമ്മുടെ ബൈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്, ഓർഡർ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് ഡൺ കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ഹോൾഡിങ്ങിൽ പോയിട്ട് നമുക്കൊന്ന് നോക്കാം. നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു സ്റ്റോക്ക് ഞാൻ നേരത്തെ ഇതേ കണക്ക് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഓൾറെഡി നമുക്കിവിടെ 3 സ്റ്റോക്ക് നമ്മുടെ ഹോൾഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ബൈയിങ് പ്രൊസീജിയർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. മാർക്കറ്റ് പ്രൈസിലാണ് ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആയിരിക്കുന്നത്. നമുക്കിപ്പം നമ്മുടെ ഹോൾഡിങ്ങിലേക്ക് വന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റോക്കുകൾ ഇവിടെ കാണാനായിട്ട് പറ്റും ഈ ഒരു ബ്രോക്കറിൽ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് IRFCയുടെ സ്റ്റോക്കുകൾ കാണാൻ പറ്റും. ഒരു സ്റ്റോക്ക് നേരത്തെ ഇതിൻ്റെ തൊണ്ടായിരുന്നതാണ്. നമ്മളിപ്പോൾ വാങ്ങിയത് 2 സ്റ്റോക്കുകളാണ്. അപ്പം ഇവിടെ നോക്കിയാൽ ആ 2 സ്റ്റോക്കുകളും പ്ലസ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കുമായിട്ട് ഹോൾഡിങ്ങിലായിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ബേസിക് പ്രൊസീജിയർ വരുന്നത് ഒരു സ്റ്റോക്ക് വാങ്ങുന്ന രീതികൾ. ലിമിറ്റ് ഓർഡർ നമ്മൾ നോക്കി, മാർക്കറ്റ് ഓർഡർ നമ്മൾ നോക്കി. സ്റ്റോക്ക് മാർക്കറ്റിലെ ബേസിക് കാര്യങ്ങൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നതാണ്. ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.